പിന്നെ എനിക്ക് ഇൻസ്റ്റയിൽ 400-ന് ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാവരും നല്ലതാട്ടോ. എനിക്കാണെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഞാൻ വോയിസുമായിട്ട് വലിയ ടച്ചൊന്നും ഇല്ല കേട്ടോ. ഒന്നാമത് എന്തോ എനിക്കങ്ങനെ എൻ്റെ വീട്ടിലെ ചെക്കന്മാരല്ലാണ്ട് വേറൊരാളെയും അങ്ങനെ എനിക്കിഷ്ടമല്ല. ഞാൻ ആരോടും അടുക്കുകയില്ല. ഒരു പ്രത്യേക ഒരു സ്വഭാവം എൻ്റെത്. ഇവർക്ക് എങ്ങനെ അടി വാങ്ങി കൊടുക്കുക, അടിയല്ല എനിക്കിഷ്ടമല്ല. സംഭവം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. ഞാൻ ഇപ്പോൾ വലുതായപ്പോൾ ഞാൻ എല്ലാവരോടും ചോദിച്ചു, നിങ്ങളെന്തിനാ ഞാൻ വരുമ്പോൾ സ്കൂളിലേക്ക് വരുമ്പോൾ എൻ്റെ പുറകെ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എല്ലാം കുറേ എണ്ണം ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. ഞാൻ വരുന്നത് എൻ്റെ അപ്പുറം വരും. കാരണം എനിക്കത് ഇഷ്ടമല്ല. എൻ്റെ പുറകെ അങ്ങനെ വരുന്നത് എന്താണെന്ന് എനിക്കും അറിയില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, നമുക്കന്ന് സ്കൂളിൽ ആരാ മിണ്ടുന്നു, അപ്പോൾ അവരെ പേര് എഴുതിയിരിക്കാൻ പറയില്ല, ഇവരുടെ പേരൊക്കെ എഴുതിയിരിക്കും. എൻ്റെ പുറകെ വന്ന് ആരൊക്കെ മുന്നേ വന്ന് അവരുടെ പേരൊക്കെ എഴുതിയിരിക്കും. ഞാൻ മിണ്ടേയില്ല. എന്തെങ്കിലും ചോദിക്കാൻ വന്നാൽ തന്നെ എന്താ എന്നുള്ള ദേഷ്യത്തിലേക്ക് കേട്ടോ. അതുകൊണ്ട് ആരും എന്നോട് മിണ്ടില്ല എന്നല്ല, എന്നെ പേടിച്ചാരണം മിണ്ടാൻ വരില്ല. ഞാൻ നോക്കുകയില്ല. അത്ര ദേഷ്യം ചെക്കന്മാരോട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഫാദർ ഇങ്ങനെ ബോംബെ നിന്നൊക്കെ ഡ്രസ്സ് കൊണ്ടുവരുമെന്ന് പറഞ്ഞില്ലേ, അന്നേ ഭയങ്കര വെറൈറ്റി ഡ്രസ്സ് കിട്ടുന്ന ആളാണ് ഞാൻ. ഇതൊക്കെ കണ്ടിട്ടാണ് ചെക്കന്മാർ പുറകെ ഇങ്ങനെ വരുന്നത്. എന്നോടുള്ള ആരാധനയൊന്നുമല്ല, കാണാൻ എന്നെക്കാളും ഭംഗിയുള്ള ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വേറൊരു പെങ്കൊച്ച്, ഞങ്ങൾ 3-4 പേരുണ്ട്, നല്ല അടിപൊളി ഡ്രസ്സ് ഇടുന്നു. എന്നാലും ആ സ്കൂളിൽ വെറൈറ്റി ഡ്രസ്സ് ഇടുന്ന ഞാൻ തന്നെ ആയിരുന്നു. ഇത് കാണാനാണ് എൻ്റെ പുറകെ വന്നുകൊണ്ടിരുന്നത്. പിന്നെ എനിക്കറിയില്ല, ഇവരിപ്പോൾ പറയുന്നത് ചെക്കന്മാരില്ലേ, ഒന്നിനെ കാണാനാണ് അടിപൊളിയായിരുന്നു നിൻ്റെ, അതൊക്കെ കൊണ്ട് ഞങ്ങൾ പുറകെ വന്നതാ. പിന്നെ ചില ചെക്കന്മാർ പറയും, നിനക്ക് അങ്ങനെ തന്നെ വേണം, നീ ഞങ്ങളെ ഒന്നും പുറകെ കിടന്ന് ഞങ്ങളെ കെട്ടിയില്ലല്ലോ, ഞങ്ങൾ കിട്ടാൻ ചോദിച്ചപ്പോൾ നീ ഭയങ്കര ഡിമാൻഡ് കളിച്ചതല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ പറഞ്ഞ സാരില്ല, എനിക്ക് വേണ്ട എന്ന് പറയായിരുന്നു. ഒരു ഒരു പെണ്ണിൻ്റെ ലെറ്റർ കൊടുത്തു. ഞാൻ അങ്ങനെ അവൻ്റെ അച്ഛൻ്റെക്ക് കൊണ്ടു കൊടുത്തു. പിന്നെ അവൻ്റെ ഒരു 100 തവണ അടി ഞാൻ വാങ്ങി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ പിള്ളേരുണ്ട് കേട്ടോ. പറയാൻ പേടിച്ചിരുന്നവരൊക്കെ ഉണ്ട് അത്ര. ഇപ്പോൾ പറയലുണ്ട്, ഞങ്ങൾക്ക് പറയാൻ പേടിയായിരുന്നു അന്ന് നിന്നോട്, എന്തെങ്കിലും പറയാൻ വന്നാൽ നീ ചാടിക്കടിക്കും, പിന്നെ നീ മിണ്ട കൂടി ചെയ്യില്ല. അങ്ങനെ എനിക്കത് അങ്ങനെ ഒരു ഇതായിരുന്നു ക്ലാസ് ടൈമിൽ കേട്ടോ. ഒരു 10th വരെ ഞാൻ അങ്ങനെയായിരുന്നു. ആ പിള്ളേരോടൊന്നും മിണ്ടിയ ചരിത്രം ഇല്ല ക്ലാസ്സിൽ. ഒരാളോട് പോലും മിണ്ടിയിട്ടില്ല. ഇപ്പോഴും മിണ്ടുന്നുണ്ട്. നിനക്ക് ഇങ്ങനെ ഒരു നല്ലൊരു മുഖം ഉണ്ടെന്ന് ഇപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. എന്തുകൊണ്ടാണ് ഞാനങ്ങനെ അവരോടൊക്കെ അങ്ങനെ ആറ്റിറ്റ്യൂഡ് കാണിച്ചതെന്ന് എനിക്കറിയില്ല. അതുപോലെ ഞങ്ങൾ വീക്കിൽ ബുധനാഴ്ച അന്ന് പൈസ ഇടണം, 1 രൂപയാണെന്ന് തോന്നുന്നുണ്ട്, ബുധനാഴ്ച ഇടണം. ഞാൻ ഇടാറില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒന്നാ പാരൻസ് ഇവിടെ ഇല്ല, പുറത്താണ്. അപ്പോൾ ആരോടെങ്കിലും കസിൻസിനോടൊക്കെ ചോദിക്കണം, വീട്ടിലുള്ളവരോട് ഞാൻ ചോദിക്കണം, എനിക്ക് ആ 1 രൂപ താന്നു. എനിക്ക് പൊതുവെ ആരോടും ഒന്നും ചോദിക്കാൻ ഇഷ്ടമില്ല കേട്ടോ. ഇന്ന് വരെ ഞാൻ ആർക്കും കടം വരുത്തിയിട്ടില്ല. കടമെന്ന് വെച്ചാൽ എനിക്കൊരു പൈസ 10 രൂപ തരൂ, 100 രൂപ തരൂ, വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ തിരിച്ചു കൊടുക്കും. അങ്ങനെ വാങ്ങേണ്ട നിവൃത്തികളൊന്നുമില്ല. ഇനി കയ്യിലെങ്ങാണ്ട് പേഴ്സ് എടുക്കാതിരിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ഇതാക്കലേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ ആരുടെയും ഒന്നും വാങ്ങില്ല പൈസ. ഞാൻ കൊടുക്കുന്നതല്ലാണ്ട് ഇന്ന് വരെ ഞാൻ ആരുടെയും വാങ്ങിയിട്ടില്ല. ഇന്നേ വരെ, ഞാൻ മരിക്കുന്നവരെ ഞാൻ എപ്പോഴും പറയും, ഇന്ന് വരെ ഞാൻ ആർക്കും ഒരു കടം വരുത്തിയിട്ടില്ല. പിന്നെ ഇങ്ങനെ ഞോണ്ടാൻ വരുന്നില്ലേ, അതിനോടൊക്കെ ചോദിക്കും. എന്താണെന്നറിയോ, ഞോണ്ടിക്കൊണ്ടേയിരിക്കും, വെറുപ്പിക്കുമ്പോൾ ഞാൻ ചോദിക്കും. അപ്പം പിന്നെ സ്ഥലം കാലിയാക്കും, പിന്നെ ഫോൺ വിളിച്ചാൽ പോലും എടുക്കൂല. മനസ്സിലായോ? ഞോണ്ടാൻ വരുന്നതിനൊക്കെ എനിക്കറിയാം, ഇതിനാണ് വെറുതെ ഞോണ്ടിക്കൊണ്ടിരിക്കുകയെന്ന്. ഇപ്പോഴൊക്കെ കേട്ടോ, പണ്ടൊന്നും അതുപോലും ഇല്ല. അപ്പോൾ അങ്ങനത്തെ ക്യാരക്ടറായിരുന്നു. അപ്പോൾ ഇൻസ്റ്റയിൽ എനിക്കിങ്ങനെ ഫ്രണ്ട്സ് വരുമ്പോൾ ഞാനെന്ത് ചെയ്യുന്നത്, ആര് ഹായ് തന്നാൽ പോലും ഞാൻ റിപ്ലൈ കൊടുക്കില്ലായിരുന്നേ. ആ ഒരു വെറുപ്പ് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പം അങ്ങനെയല്ല. 400 ഫ്രണ്ട്സ് വന്നു. പിന്നെ ഞാൻ മനസ്സ് കൊടുത്തു, എന്തിനും ഞാൻ ഇവരോട് ശത്രുത ഇരിക്കണം, വെറുതെ ഒന്ന് മിണ്ടി നോക്കിയിട്ടുണ്ടല്ലോ. എല്ലാവരും നല്ലതാണ്, എന്നോട് നല്ലതായിട്ട് ബിഹേവ് ചെയ്യുന്നത്. ഇന്ന് വരെ ആരും മോശമായിട്ട് പെരുമാറിയിട്ടില്ല. 3-4 പേര് വന്നിട്ട് എന്തോ പറഞ്ഞിട്ട് പോയി. ഈ ഭയങ്കര ആരാധന മൂത്തിട്ടില്ലേ, 2 പേര് ഭയങ്കര ആരാധന മൂത്തിട്ട് അതൊന്നും പറയാൻ പറ്റാത്ത ആരാധനയായി. ഒടുക്കത്തെ ആരാധന എന്ന് പറയില്ലേ, അങ്ങനത്തെയൊക്കെ ആരാധന. അപ്പം ഞാൻ ഇങ്ങനത്തെ കേസുകൾ ഉണ്ടോയെന്ന് മനസ്സിൽ ഓർത്തു. അപ്പം നമ്മളെ കണ്ടിന്യൂ വിളിക്കുന്നുണ്ട്. നമ്മൾ റിപ്ലൈ കൊടുത്തില്ലെങ്കിലും അവരെ കഴിച്ചുകൊണ്ടേ ഇരിക്കുക. നമ്മൾ റിപ്ലൈ വേണ്ട അവർക്ക്, ആരാധന മൂത്തിട്ട്. അപ്പോൾ ഞാൻ എന്താക്കി, അപ്പോൾ ഇപ്പം മനസ്സിലായിരിക്കും, അവളുടെ ആരാധന ഇവിടെ ആര് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവില്ലേ. മറ്റേ എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, കമ്പിൽ സാരി ചുറ്റി വെച്ചാലും പോകുന്ന ആൾക്കാരുണ്ടാവും. ഇനി ഞാനത് സംഭവമാണെന്ന് വിചാരിക്കുന്നവരുണ്ടാവും. അതൊക്കെ കൊണ്ടായിരിക്കാം. മനസ്സിലായോ? എൻ്റെ ഐഡൻറ്റിറ്റി ഒന്നും അറിയില്ലല്ലോ അവർക്ക്. അപ്പോൾ
അങ്ങനെയൊക്കെയുള്ളവർ ഞാനങ്ങ് ബ്ലോക്ക് ചെയ്തിട്ട്, അല്ലാണ്ട് ആരും എന്നോട് വൃത്തിയോടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ചിലപ്പോൾ ഉറക്കപ്പിച്ചിൽ വന്നിരുന്ന മെസ്സേജ് വായിച്ചിട്ട് റോങ് ആയിട്ട് വായിച്ചിട്ട് രണ്ടുപേരെ ചീത്ത വരെ പറഞ്ഞിട്ടുണ്ട്. എന്ന് ഞാൻ പിന്നെ സോറി പറഞ്ഞിട്ടുണ്ട്. നോക്കുമ്പോൾ ഒന്നുമല്ല, വെറുതോണം എഴുതിയേക്കണേ. ഞാൻ വായിക്കുന്ന ഒന്നായിരിക്കും, തിരിച്ച് പറയുന്ന ഒന്നായിരിക്കും. എന്നിട്ട് ഒരുത്തന്നെ എന്നോട് പറയുകൂടി ചെയ്തു, നിനക്ക് ഞാൻ വോയിസ് ഇടുന്നതായിരിക്കും ഭംഗി, നിനക്ക് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, നീ മതി എന്ന് പറയുമ്പോൾ മത്തായി എന്ന് പറയുന്ന മാതിരി നീ വേറെ എന്തെങ്കിലും ആയിരിക്കും എന്നെ ഒന്ന് തെറി പറയുക എന്ന് പറഞ്ഞു. ഞാൻ നല്ല പറയും, മനസ്സിലായോ? ഒരുത്തന്നെ എന്തോ അയച്ചിട്ട് അവനിനി പറയാനൊന്നുമില്ല. ഞാൻ അമ്മാതിരി പറഞ്ഞു, അവൻ്റെ വീട്ടിൽ കിടക്കുന്നവരെ പറഞ്ഞു. പിന്നെ നോക്കുമ്പോഴേ ഞാൻ വിചാരിച്ചു അവനെന്നെ മുട്ടം തെറി വിളിച്ചിട്ട് പോകും വിചാരിച്ചു. അപ്പോഴല്ല ആള്, ഞാൻ പിന്നീട് ചെന്ന് നോക്കുമ്പോഴേ ദൈവം ഇവനെന്താ ഇട്ടേക്കുന്നത്, ഞാനെന്താ തെറി വിളിച്ചേക്കണേന്ന് വിചാരിച്ച്. അത്രയ്ക്ക് പാവാട്ടാ ചെക്കന്മാരെ എനിക്ക് ഇൻസ്റ്റയിലുള്ളത്. ഞാൻ ആരാന്നോ എന്താണോ ഒന്നും അറിയാണ്ട് ചിലപ്പോൾ നമ്മൾ അവരോട് കാണിക്കുന്ന ഇതുപോലെ ആയിരിക്കാം അവർ നമ്മളോടും കാണിക്കുന്നത്. പിന്നെ എൻ്റെ ഇൻസ്റ്റയിലുള്ളവർ ഞാൻ പറഞ്ഞേക്കാം, അന്ന് എനിക്ക് ഫ്രണ്ടായിട്ട് പെൺപിള്ളേരോടും അന്ന് ഫ്രണ്ടായിട്ട് അവർ റിക്വസ്റ്റ് തരും. എന്നോട് ഡീസൻ്റായിട്ട് അവർ നിൽക്കുന്നത് എനിക്കതേ അറിയാവും. നിങ്ങളോട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ അമ്മായിൻ്റെ മക്കളാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ട് അയ്യോ അവളെ ഇൻസ്റ്റയിലെ ഫ്രണ്ട് എന്നെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ പറയാൻ കാരണമുണ്ട്. ഒരുത്തി എന്നോട് പറഞ്ഞു, നിൻ്റെ ഇൻസ്റ്റയിലെ ഫ്രണ്ട് ഉണ്ടല്ലോ, എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പം ഞാൻ ഓടിച്ചെന്ന് അവനോട് പറഞ്ഞു, നീ എന്തിനാ എൻ്റെ ഫ്രണ്ടിനെ മെസ്സേജ് അയക്കാൻ പോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ അയക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അവൻ പറഞ്ഞു, അയ്യോ ഞാൻ റിക്വസ്റ്റ് ഇതാക്കിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയുന്നത്, എൻ്റെ ആരുമല്ല, എൻ്റെ കസിൻസോ ആരെങ്കിലും ആണെങ്കിൽ എനിക്ക് പറഞ്ഞു തരുത്താം. അവരുടെ റിക്വസ്റ്റ് നിങ്ങൾ എടുക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. എൻ്റെ ആരുമല്ല അതിൽ കിടക്കുന്നവർ. ചിലപ്പോൾ എന്നോട് നല്ലതായിരിക്കും, നിങ്ങളോട് നന്നായിക്കൊള്ളണമെന്നൊന്നുമില്ല. ഞാൻ കാണിക്കുന്നത് പോലെ ആയിരിക്കും അവരെന്നോട് കാണിക്കുന്നത്. എല്ലാവരും നല്ലതാണ്, എന്നോട് നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട്. എൻ്റെ ഇതൊക്കെ റീൽസൊക്കെ കണ്ടിട്ട് വീഡിയോസൊക്കെ കണ്ടിട്ട് എന്നോട് എപ്പോഴും ഭയങ്കര കെയറിങ്ങാണ്. നീ വിഷമിക്കണ്ട, പിന്നെ നീ ഹാപ്പി ആയിട്ടിരിക്കുക, എന്തിനാ ഇവറ്റകളെയൊക്കെ നിന്നെ വേൽപ്പിക്കുന്നവരെയൊക്കെ നീ മൈൻഡേ ചെയ്യേണ്ട, അവർക്കുള്ള ദൈവം കൊടുത്തോളും, നീ ഇത്രയും കാലം സക്സസ് അല്ലേ, അപ്പോൾ ഇനിയും ലൈഫിൽ സക്സസ് ആക്കിക്കോളും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോട്ടിവേഷൻ തരുന്നവരാ അതിലുള്ളതെല്ലാം. നല്ല മോട്ടിവേഷനാണ് എനിക്കതിൽ നിന്ന് എല്ലാവരുടെ അടുത്തുനിന്നും കിട്ടുന്നത്. അടുത്ത വീഡിയോയിൽ വേറൊരു സർപ്രൈസ് പറയാനുണ്ട്.